ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇനിഷ്യൽ മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ മെട്രിക്സ് മിനിമ മെത്തേഡ്. നമുക്ക് ഈ പേര് പോലെ തന്നെ അല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം ലീസ്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, കോസ്റ്റ് മിനിമം ഉള്ളതാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മെട്രിക്സിൽ ഏതാണ് നോർത്ത് വെസ്റ്റ് ആ സെല്ലായിരുന്നു സെലക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഏതിനാണ് ലീസ്റ്റ് കോസ്റ്റ് അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്സ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ചെയ്യാം. സോ സോൾവ് ദ ടി പി യൂസിങ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇവിടെ നമുക്ക് സപ്ലൈയും ഡിമാൻഡും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെൽസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് ഫസ്റ്റ് നോക്കുന്നത്, സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആണോ നോക്കും, അതായത് ബാലൻസ്ഡ് സിസ്റ്റം ആണോ എന്ന് നമ്മൾ നോക്കില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ചെക്ക് ചെയ്യാം. ടോട്ടൽ സപ്ലൈ എന്ന് പറയുമ്പോൾ 14 + 16. നമുക്ക് ഇവിടെയാണ് നമ്മുടെ സെല്ല് ഉള്ളത്. ഇതൊക്കെ എന്താണ് നമ്മുടെ റിം റിക്വയർമെൻറ്റ്സ് ആണ് ഇല്ലേ. 14 പ്ലസ് റെഡിലുള്ളതെല്ലാം റിം റിക്വയർമെൻറ്റ്സ് ആണ്. 16 + 5, 14 + 16 + 5 35 തന്നെയാണ്. ഓക്കെ, ഡിമാൻഡ് ടോട്ടൽ ഡിമാൻഡ് ഡിമാൻഡ് 6 + 10 + 15 + 4 ദാറ്റ്സ് ഈക്വൽ ടു 35. ഇവിടെ നമുക്കറിയാം 35 ഈക്വലാണ്. അതായത് ടോട്ടൽ സപ്ലൈ സിഗ്മ എ ഇസ് ഈക്വൽ ടു സിഗ്മ ബി ആണ് ഇല്ലേ. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് സിസ്റ്റം ആണിത്. അപ്പോൾ നമുക്ക് ബാലൻസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ റോയോ കോളംസോ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ പ്രോബ്ലം ഈസ് ബാലൻസ്. Problem is balanced TP as the total supply is equal to total demand. നമുക്കറിയാം മറ്റേ അധികം കേസിലും അൺബാലൻസ്ഡ് ആണെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലാണ് മിക്കവാറും ഇവിടെ എഴുതലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈക്വൽ ടു total supply equal to total demand we find the initial feasible solution as given in the following table. നമുക്ക് ഈ ടേബിൾ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചൂസ് ദ സെൽ ഹാവിങ് ലീസ്റ്റ് കോസ്റ്റ് അലോക്കേറ്റ് ദെയർ മാക്സിമം പോസിബിൾ എമൗണ്ട്. അപ്പോൾ ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് ഉള്ളതാണ് 1 ആണ് ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെൽ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1. ഇവിടെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. മാക്സിമം എമൗണ്ട് ഇവിടെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് ദ മിനിമം ഓഫ് റോ ടോട്ടൽ ഓർ കോളം ടോട്ടൽ. ദസ് എയ്തർ എ റോ ഓർ അപ്പോൾ ഇതിൽ ഏതാണ് റോ ടോട്ടലും കോളം ടോട്ടൽ നോക്കാം. അപ്പോൾ ഈ D31ൻ്റെ കോളം ടോട്ടൽ 15 ആണ്, റോ ടോട്ടൽ എന്താണ് 14 ആണ്. അപ്പോൾ അതിൽ മിനിമം ഏതാണ് വരുന്നത് 14. അപ്പോൾ നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നത് 14 ആണ്. ഓക്കെ, ഇതിൽ മിനിമം 14. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 14ൽ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളും നമ്മൾ യൂസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഫുൾ സപ്ലൈ എടുത്തപ്പോൾ നമ്മൾ ഇവിടെ 0 കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 50ൽ 14 യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, 1 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 0 വരുന്നത് ഫുള്ള് നമ്മൾ ക്യാൻസൽ ചെയ്തു. 0 വരുന്ന ഫുള്ള് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഏതിലാണ് ഇവിടെ ശ്രദ്ധിക്കുക, 0 വരുന്നത് ഏത് റോ, ഇവിടെ റോയാണ് 0. അപ്പോൾ റോ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു
ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് ഇതാണ് ബാക്കിയുള്ളത് ഇല്ലേ. അപ്പോൾ ഇതിൽ മിനിമം നെക്സ്റ്റ് 1 നമ്മൾ മിനിമം കോസ്റ്റ് എടുത്തു. അപ്പോൾ നെക്സ്റ്റ് 1 ഇതിലില്ല, അപ്പോൾ നെക്സ്റ്റ് 2 ആണ്. അപ്പോൾ 2 നമുക്ക് ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഏത് 2ഉം എടുക്കുക, ഏതെങ്കിലും ഒരു 2 നമ്മൾ ഫസ്റ്റ് എടുക്കുക. 2 എടുത്താലും ഇത് ഫസ്റ്റ് എടുത്ത് ഇത് എടുത്താലും സെയിം ആയിരിക്കും, ഇത് എടുത്ത് ഇത് എടുത്താലും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ 2 ആണ് നെക്സ്റ്റ് മിനിമം, അതായത് 1 കഴിഞ്ഞ് പിന്നെ മിനിമം 2 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ചെക്ക് ചെയ്ത് നെക്സ്റ്റ് ചെക്ക് വിച്ച് ഈസ് മിനിമം ടോട്ടൽ സപ്ലൈ ആണ് ടോട്ടൽ ഡിമാൻഡ് ആണ് ഇവിടെ മിനിമം. ഇവിടെ നമുക്കറിയാം ഇവിടെ ടോട്ടൽ ഡിമാൻഡ് 1 ഉള്ളൂ, ടോട്ടൽ സപ്ലൈ 16 ഉണ്ട്. ഓക്കെ, ടോട്ടൽ ഡിമാൻഡ് 1 ഉള്ളൂ, ടോട്ടൽ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ 16 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മിനിമം 1 ആണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, 1 എടുത്തു. അപ്പോൾ 1 നിന്ന് ഫുൾ 1 നമ്മൾ എക്സോസ്റ്റ് ചെയ്തു, അപ്പോൾ 0 കൊടുത്തു. ഇവിടെ 16 എത്രയും നമ്മൾ കൊടുത്തിട്ടുള്ളൂ, 1 ആണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ 15 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 0 ഉള്ളത് ഏതാണോ അത് ഫുള്ളായിട്ട് ഇവിടെ 0 കോളമാണ്. അപ്പോൾ ഈ കോളം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ എടുക്കാനുള്ളത് ഇപ്പോൾ 2 കഴിഞ്ഞ് ഒരു 2ഉം കൂടി റിമൈനിങ് ഉണ്ടല്ലോ. അപ്പോൾ ആ 2 ആണ് ഇനി നെക്സ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് സെല്ല് വരുന്നത് ഈ 2 ആണ്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തു വാട്ട് ഈസ് യുവർ ടോട്ടൽ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ട് എന്താണ് ദിസ്. അപ്പോൾ നമ്മൾ മിനിമം ടോട്ടൽ ഏതാണോ മിനിമം കോളം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തു. ദിസ് എയ്തർ എ റോ ടോട്ടൽ ഓർ കോളം ടോട്ടൽ എക്സ്ഹാസ്റ്റഡ് ക്രോസ് ദ കറസ്പോണ്ടിങ് റോ ഓർ കോളം. നമ്മൾ അതാണ് ഇവിടെ ചെയ്തത്. ഏത് റോയാണോ ഇവിടെ നമ്മൾ റോ തീർന്നപ്പോൾ എക്സോസ്റ്റ് ചെയ്തപ്പോൾ ആ റോ നമ്മൾ ക്രോസ് ചെയ്തു. ഇവിടെ കോളം എക്സോസ്റ്റ് ചെയ്തപ്പോൾ ആ കോളം നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് കിട്ടുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് പിന്നെ നമ്മൾ ലീസ്റ്റ് കോസ്റ്റ്, അതായത് നമുക്ക് ഫസ്റ്റ് ഇത് ചെയ്തപ്പോൾ നമുക്ക് ഈ മെട്രിക്സാണ് റെഡ്യൂസ്ഡ് കിട്ടുക, അതിൽ നിന്ന് ലീസ്റ്റ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയത് എന്താണ്, ഇനി നമ്മളെ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഇതുമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് 894372, ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മൾ 2 സെലക്ട് ചെയ്തു. 2ൽ നമ്മൾ നോക്കും ടോട്ടൽ സപ്ലൈ ഡിമാൻഡ് ഏതാണ് മിനിമം നോക്കും. ഇവിടെ 4 ആണ് മിനിമം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4 ആണ് നമ്മൾ എക്സോസ്റ്റ് ചെയ്തത്. 4 നമ്മൾ ഓക്കെ 4 ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വരും, 0 വരും. ഈ 5ൽ നിന്ന് നമ്മൾ 4 ആയി ഇവിടെ എന്ത് വരുന്നത്, നെക്സ്റ്റ് 1 ആണ്. ഓക്കെ, അപ്പോൾ 4 വരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അതായത് ആ കോളം ഫുള്ളായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. കോളം എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് നോക്കൂട്ടോ, ഇത് 4 കോളാണ്. അപ്പോൾ ഈ കോളം ഫുള്ളായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഏറ്റവും മിനിമം ഏതാണ് വരുന്നത്, ഇതിൽ മിനിമം 8943 ആണ് ഇനി റിമൈനിങ് ഉള്ളത്. അതിൽ മിനിമം 3 ആണ് ഇല്ല. അപ്പോൾ നമുക്ക് 3 ആണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ 3ൽ നമ്മൾ നോക്കുക, ആ 3യുടെ ടോട്ടൽ ഡിമാൻഡ് 10 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈ 1 ആണ്. അപ്പോൾ മിനിമം ഏതാണ്, 1 ആണ് വരുന്നത്, മിനിമം 1 ആണ്. അപ്പോൾ നമ്മൾ 1 നിന്ന് 1 പോകുമ്പോൾ ഇവിടെ ലാസ്റ്റ് എന്തുണ്ടോ 0 വരും. ഇവിടെ 10 നിന്ന് നമ്മൾ എത്രയാണ് എടുക്കുന്നത്, 1 എടുത്തു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത് 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 ഏതാണോ അത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ഇത് റോയാണ്, ഇത് കോളമാണ്, ഇത് റോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് ക്യാൻസൽ ചെയ്യേണ്ടത്, ആ റോ ക്യാൻസൽ ചെയ്യുക ഇല്ലേ, കാരണം 0 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ റോ ഫുള്ളായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ആ റോ ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇനി നെക്സ്റ്റ് റിമെയിൻ ചെയ്തത് ഏതാണ്, 8ഉം 9ഉം മാത്രമാണ്. അപ്പോൾ അതിൽ മിനിമം ഏതാണ്, 8 ആണ്. അപ്പോൾ ഇനി നമുക്ക് സെല്ല് വരുന്നത്, നമ്മളെ കോസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ആ 8ലുള്ള സപ്ലൈ ഡിമാൻഡ് 6 ആണ്, സപ്ലൈ എന്താണ് 15 ആണ്. അപ്പോൾ ഇതിൽ മിനിമം എന്താണ് 6 ആണ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് എന്താണ് 6 ആണ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് 6ൽ നിന്ന് നമ്മൾ 6ഉം എടുത്തു. അപ്പോൾ എന്തായിരിക്കും 0 വരും. ഇവിടെ നമ്മൾ എന്താണ് എടുത്തത്, 15ൽ നിന്ന് നമ്മൾ 6 ആണ് എടുത്തത് ഇല്ലേ. 15ൽ നിന്ന് 6 എടുത്താൽ ബാക്കി എന്താണ് ഇവിടെ വരിക, 9 വരും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് 0 വരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഈ കോളം നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, 9. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെയാണ് നമ്മളെന്ത് റിക്വയർമെൻറ്റ്സ് വരുന്നത്, 9. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക സപ്ലൈ എന്താണ് 9 ആണ്,
ഡിമാൻഡ് എന്താണ്, സപ്ലൈ 9 ആണ്, ഡിമാൻഡ് 9 ആണ്. അപ്പോൾ നമ്മൾ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും, 9 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തു, ഇവിടെയും നമ്മൾ 0 9 എടുത്തു, ഇവിടെയും 0 എടുത്തു. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലെല്ലാം എന്തായിരിക്കും വരുന്നത്, ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ സപ്ലൈയും ഡിമാൻഡ് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, യൂസ്ഡ് ആണ് ഇല്ലേ. സപ്ലൈ ഡിമാൻഡ് ഒരുപോലെ തന്നെ യൂസ്ഡ്, അതായത് ഫുള്ള് ഇവിടെ 0 കിട്ടും, ഇവിടെയും എന്തായിരിക്കും ഫുള്ള് 0 കിട്ടും. ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ 9ഉം സപ്ലൈയും ഡിമാൻഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതും കൂടെ എന്ത് ചെയ്തു, എക്സേഴ്സ് 0 ആയി എക്സേഴ്സ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഇതിനൊരു ഇതെന്ത് ചെയ്യാം, നമുക്കൊന്നും കൂടെ ഇത് വരച്ച് നോക്കാം. റീഡ്രോ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതിന് നേരെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പക്ഷെ ഒന്നും കൂടെ വേറെ ഒന്ന് വരക്കുന്നതായിരിക്കും എക്സാമിന് ഒന്നും കൂടെ വൃത്തിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6-നില്ല, 1-നുണ്ട്. എന്താണ് 1-ന് 14 വരുന്നുണ്ട് ഇല്ലേ. ആ സെല്ലുള്ളത് മാത്രമേ ഇത് 1-ന് 14 വരുന്നുണ്ട്, 8-ന് 6 വരുന്നുണ്ട് ഇവിടെ. നെക്സ്റ്റ് 9-ന് 9 വരുന്നുണ്ട്. നെക്സ്റ്റ് ഏതിലാണ് പിന്നെ വരുന്നത്, ഏത് സെല്ലാണ് ഒക്യുപ്പൈഡ് ചെയ്തത്, അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സെല്ല് 2ക്ക് ഇവിടെ 1. ഓക്കെ. നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്തത് 3 ആണ്, 3ക്ക് 1 ആണ് അലോക്കേറ്റ് ചെയ്തത്. നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്തത് 2 ആണ്, 2ന് 4. ഇത്രയാണ് അലോക്കേറ്റ് ചെയ്തത്. സോ നമുക്ക് എന്ത് ചെയ്തത്, ടോട്ടൽ മിനിമം ദാറ്റ് ഈസ് the total minimum cost is given by that's equal to എന്താണ് വരുന്നത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ, അലോക്കേറ്റ് ചെയ്ത സെല്ല് 1 × 14 പ്ലസ് നെക്സ്റ്റ് എന്താണ് 8 × 6 പ്ലസ് 9 × 9 പ്ലസ് 2 × 1 plus 3 × 1 plus 2 × 4. 1 × 14, 8 × 6, 48 plus 9 × 9, 81 plus 2 × 1, 2 plus 3 × 1, 3 plus 2 × 4, 8. That's equal to 156 എന്ന് കിട്ടും. അത് മിനിമം കോസ്റ്റ് ആണ്. സോ റുപ്പീസ്. അവർ ആൻസർ ഈസ് 156. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റ് മെത്തേഡിൽ നമ്മൾ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള സെല്ലാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്, മിനിമം കോസ്റ്റ് ഉള്ളതാണ് സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിലെ ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.